സന്യാസിമാരുടെ കൂർക്കം വലി സഹിക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും ഇപ്പോൾ രാത്രി തന്നെ എണീറ്റ് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു യൂറിയും ചെരുപ്പൊക്കെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. യൂറിക്കും ആ ഒരു ചെരുപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വില കൂടിയ ഒരു ചെരുപ്പൊന്നും തനിക്ക് ഇടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് അവൾ പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ സമ്മറിൽ അവൾ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷൂസ് നോക്കിയിട്ട് അവൾ ഇരുന്നതിനെ കുറിച്ച് അവൻ ഓർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി അതേപോലത്തെ തന്നെ ഒരു ഷൂസ് ഒക്കെ ഇപ്പോൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും. അങ്ങനിരിക്കെ ആ ഒരു കാര്യം ഗംഗ്ചോരിയുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിരുന്ന അവളും എല്ലായ്പ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ സമയത്തും നീ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാനും അത് മനസ്സിലാക്കാതെ പോയതാണെന്ന് അവളും മനസ്സിലാക്കുന്നു. എന്റെ മുത്തശ്ശിനെയും യൂൺകാപ്പിനെയും എനിക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ രണ്ടുപേരെ രക്ഷിച്ചതിന് ശേഷം നിനക്ക് എന്തായാലും ഈ ഒരു ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുമല്ലോ. എങ്കിൽ പോലും നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂറിയും പറയുന്നു. ഈ ഒരു സമയത്ത് കങ്ചോര അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അവളുടെ കയ്യിൽ കോസ്റ്റ്വിൻ സ്റ്റോൺ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനും കിസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. രാജ്ഞിയുടെ അടുത്തു നിന്നും ഇറങ്ങി വരുന്ന കണ്ണു കാണാത്ത മന്ത്രവാദിയെ യൂറി കാണുമ്പോഴത്തേക്കും യൂറിയും ചെറുതായിട്ട് അവരുടെ അടുത്തുനിന്ന് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവളും ഈ മന്ത്രവാദിയുടെ ഡ്രസ്സിൽ കരി പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന അവളും കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കയ്യില് നഖത്തിന്റെ ഇടയ്ക്ക് കറുത്ത നിറമൊക്കെ അവളും ശ്രദ്ധിക്കുന്നു. കൂടാതെ അയാളുടെ കണ്ണുകൾ കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും നേരത്തെ കുട്ടിപ്രേതം പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യക്തി അത് ഇയാൾ തന്നെയാണെന്ന് അവൾക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ ഇരിക്കെ അയാളുടെ കൂടെയുള്ള ഈ ഒരു മന്ത്രവാദി ആയിരിക്കാം യഥാർത്ഥത്തിലുള്ള യാപ്പർ എന്ന് അവൾ ഓർത്തിരിക്കുന്ന സമയത്ത് തന്നെ ചുറ്റും ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മന്ത്രവാദിയും അവളെ ബോധം കെടുത്തി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. രാജാവും ഇപ്പോൾ രാജാവിന്റെ ഫാമിലി ട്രീ ചെക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അകത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചതായിട്ടൊക്കെ രാജാവിനും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും നാളും ഈ ഒരു എട്ടടി പ്രേതമൊന്നും ഇല്ല എന്ന രീതിക്കായിരുന്നു രാജാവ് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ പ്രേതത്തെ സംശയം തോന്നിയിട്ട് ഇതുപോലെ ഫാമിലി ട്രീ ഒക്കെ നോക്കുമ്പോഴത്തേക്കുമാണ് ഒരുപാട് പേര് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാം തന്നെ രാജാവും മനസ്സിലാക്കുന്നത്. യൂറിയനെ കാണാനില്ല എന്നൊരു വാർത്ത ഇപ്പോൾ രാജാവിനെയും കങ്ചോരിനെയുമായിട്ട് ഒരാൾ വന്ന് അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവരും യൂറിയനെ അന്വേഷിച്ചു പോകുന്നു. യൂറിയനെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അവളും അവളെ കണ്ടെത്തുവാനായിട്ട് എളുപ്പത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഫോർച്യൂൺ ടെല്ലർ രാജ്ഞിയെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന രാജാവും ഇപ്പോൾ നേരെ അവരുടെ അടുത്തേക്കായിട്ടും പോകുന്നു. മാത്രമല്ല മന്ത്രവാദിയെക്കുറിച്ചുള്ള രാജ്ഞിയുടെ അഭിപ്രായം എല്ലാം തന്നെ രാജാവും ചോദിച്ചറിയുന്നുണ്ട്. യൂറിനെ അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ലെൻസ് ഒക്കെ പോളിഷ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സാൻഡ് നിലത്ത് കിടക്കുന്നത് ഗംഗ്ചൊരിയും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഇത് ഉറപ്പായിട്ടും യൂറി ആയിരിക്കും ഇവിടെ ഇട്ടിട്ടുണ്ടാവുക എന്ന് അവനും ഉറപ്പിക്കുന്നു. കണ്ണ് കാണാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു വഴിയുടെ മുമ്പിലായിട്ടായിരുന്നു അത് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറിയനെ ഉറപ്പായിട്ടും കണ്ണ് കാണാത്ത ആൾക്കാരായിരിക്കും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്ന് ഗംഗ്ചോരിയും ഉറപ്പിക്കുന്നു. കൂടാതെ നേരത്തെ ബിബിയും ഈ ഒരു കണ്ണ് കാണാത്ത മന്ത്രവാദിയുടെ അടുത്ത് സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഗംഗ്ചോരി നേരെ അയാളുടെ റൂമിലേക്കാണ് ചെല്ലുന്നതും. ആദ്യം ആ റൂമിൽ എത്തുമ്പോഴത്തേക്കും ഗംഗ്ചോരിക്ക് സംശയമൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും ആ പെയിന്റിംഗ് കീറി നോക്കുമ്പോഴത്തേക്കുമാണ് അതിന് അകത്തായിട്ട് ഒരു സീക്രട്ട് റൂം ഉള്ള കാര്യം അവനും കാണുന്നത്. അങ്ങനെ ആ റൂമിലേക്ക് മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും യൂറിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, നീയല്ലേ യാപ്പർ, നീ അല്ലായിരുന്നോ എട്ടടി പ്രേതത്തെ അയച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗംഗ്ചോരി ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് എട്ടടി പ്രേതം ഈ ഒരു മന്ത്രവാദിയുടെ ശരീരത്തിലായിട്ട് വരികയാണ്. ഗംഗ്ചോരിനെ പ്രേതവും പിടിച്ചു വെക്കുന്നു. ഈ ഒരു സമയത്ത് രാജാവിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് പറഞ്ഞ് ഗംഗ്ചോരി അവിടെ ഉണ്ടായിരുന്ന പടയാളിനെ പറഞ്ഞയക്കുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നീ ഡ്രാഗൺ ആയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് നിനക്കതിന് സാധിക്കാതെ നിലത്ത് വീഴുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നീ ഇമോഗിയായി മാറിയത്. യഥാർത്ഥത്തിൽ നീ ഇമോഗി ആകുവാനുള്ള കാരണം തന്നെ റോയൽ ഫാമിലിയാണ്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് പ്രതികാരം ചെയ്യാതെ എന്റെ പിന്നാലെ നടക്കുന്നതെന്നുള്ള ഒരു ചോദ്യം പ്രേതവും അവന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. പ്രേതമുണ്ടായിരുന്നത് കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ ഉള്ളിലായിരുന്നല്ലോ. അങ്ങനിരിക്കെ പെട്ടെന്ന് തന്നെ പ്രേതവും അവിടെ നിന്നും പോവുകയാണ്. ഗംഗ്ചോരിയും അവിടെ ഉണ്ടായിരുന്ന യൂറിനെ രക്ഷപ്പെടുത്തുന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് കണ്ണു കാണാത്ത മന്ത്രവാദിയായിരുന്നു ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് തെളിയിക്കുവാനായിട്ട് രാജാവിന്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. രാജാവും ഇപ്പോൾ കണ്ണു കാണാത്ത മന്ത്രവാദിക്കെതിരായിട്ട് അന്വേഷണം നടത്തുവാനായിട്ട് പ്രഖ്യാപിക്കുന്നു. നേരത്തെ മന്ത്രവാദി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് രാജാവ് കൂടി എത്തുകയാണ്. ആരും അറിയാതെ മന്ത്രവാദമൊക്കെ നടത്തിയ സ്ഥലത്തുകൂടി രാജാവും സന്ദർശിക്കുന്നു. കണ്ണു കാണാത്ത മന്ത്രവാദി അയാളുടെ ജോലിക്കാരനുള്ള അതേ സ്ഥലത്ത് ഇപ്പോൾ എത്തുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും പ്രേതവും മന്ത്രവാദിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്നു.
അവിടെ കത്തിക്കൊണ്ടിരുന്ന തീ കെടുത്തുവാനായിട്ട് പടയാളികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കതിന് സാധിച്ചില്ല എന്ന് രാജാവിനെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും രാജാവും പടയാളികളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. കൂടാതെ ഇപ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെയാണ് രാജാവ് സംസാരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു പ്രേതം ഉണ്ടായിരുന്നതിനെ കുറിച്ച് രാജാവ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം തന്നെ തന്റെ മാത്രം തെറ്റായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു രാജാവ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു പ്രേതം ഉണ്ടായിരുന്നുവെന്നും തന്റെ ഫാമിലിയിലുള്ള പലരെയും കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന രാജാവും പ്രേതത്തെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ പ്രേതവും രാജാവിന് മുമ്പിലായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ രാജാവിന് ആ പ്രേതത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പോലും രാജാവും ഒരിക്കലും പ്രേതത്തിന്റെ അടുത്ത് കീഴടങ്ങുവാനായിട്ട് താൻ തയ്യാറല്ലെന്നും പ്രേതത്തെ മുട്ടുകുത്തിക്കുന്നതായിരിക്കുമെന്നും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പ്രേതത്തിന് കൂടുതൽ ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീയും കൂടുതലായിട്ട് ആളിക്കത്തുന്നു. ഗംഗ്ചോരിയും യൂറിയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ബിബി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ബിബിനെ കണ്ടപാടെ ഗംഗ്ചോരിയും ബിബിയുടെ കൂടെ പോകുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിബിക്ക് കുറച്ചുകൂടെ ആൾക്കാരെ കഴിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പക്ഷെ ചുമ്മാ അങ്ങ് കഴിക്കുവാൻ പറ്റില്ല. അവരുടെ എല്ലാവരുടെയും കയ്യിൽ മന്ത്രം എഴുതിയിട്ടുള്ള പേപ്പറുണ്ട്. സോ ആ ഒരു പേപ്പർ ഇല്ലാതാക്കുവാനായിട്ട് യൂറിയുടെ മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണാടി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഗംഗ്ചോരിയും ബിബി പറഞ്ഞ ഒരാളുടെ മുന്നിലൊക്കെ പോയി ഇരുന്നിട്ട് ആ ഒരു കണ്ണാടി വെച്ചിട്ട് മന്ത്രം എഴുതിയ പേപ്പർ അവൻ കീറുന്നു. പിന്നീട് ബിബിയോട് അയാളെ കഴിച്ചോളുവാനായിട്ടും അവൻ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തായിരുന്നു അതെല്ലാം തന്നെ കണ്ടുകൊണ്ട് യൂറി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. യൂറിയും ആ കണ്ണാടിയും മേടിച്ചുകൊണ്ട് അവിടെ നിന്നും പിണങ്ങി നടക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ മിനിസ്റ്റർ ക്വാക്ക് മരിച്ച സമയത്ത് ക്വാക്കിന്റെ കയ്യിൽ മന്ത്രം എഴുതിയിട്ടുണ്ടായിരുന്ന പേപ്പർ കീറിപ്പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ നീ ആയിരുന്നല്ലേ? നീ തന്നെയല്ലേ അയാളെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും അയാൾ നല്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. യൂൺകാപ്പിനെ അയാൾ കൊന്നു. യൂൺകാപ്പിന്റെ അമ്മനെ തട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ശ്രമിച്ചു. അതുകൂടാതെ ഒരുപാട് മോശം കാര്യങ്ങൾ അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന മോശം കാര്യങ്ങൾ ഇനിയും അയാളെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുകയാണെങ്കിൽ വർദ്ധിക്കുന്നതായിരിക്കും. ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഞാനും അയാളെ കൊല്ലുവാനായിട്ട് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ബിബി വളരെ പ്രായം ചെന്ന തെറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ കൊല്ലാറുള്ളൂ. അതത്രയ്ക്ക് മോശപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന രീതിക്ക് കങ്ചൂരി പറയുമ്പോഴത്തേക്കും നീ ആൾക്കാരെ കൊല്ലുന്നത് തെറ്റായിരിക്കുകയില്ല. പക്ഷെ നീ ഇപ്പോൾ ഉള്ളത് യൂൺകാപ്പിന്റെ ബോഡിയിലാണ്. അങ്ങനെയിരിക്കെ നീ ആൾക്കാരെ കൊല്ലുമ്പോഴത്തേക്കും അത് യൂൺകാപ്പ് കൊന്നതുപോലെ ആയിരിക്കും. അത് കൊലപാതകമാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും അത് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് യൂറിയും പിണങ്ങിപ്പോക്കുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ബിബി കൂടുതൽ നിരാശനാവുന്നു. ഇനിയും ഗംഗ്ചോരി കണ്ണാടിയും എടുത്തുകൊണ്ട് പോയി ആൾക്കാരെ കൊല്ലാതിരിക്കുവാനായിട്ട് യൂറിയും അത് ഒളിപ്പിച്ചു വെക്കുന്നു. അന്ന് രാത്രി ഗംഗ്ചോരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഗംഗ്ചോറിയും കാസോപ്പിന്റെ അടുത്തായിട്ട് എട്ടടി പ്രേതത്തെ തിരിച്ച് മരിച്ചവരുടെ നാട്ടിലേക്ക് വിടുവാനായിട്ട് ഞാൻ എന്റെ പേള് സാക്രിഫൈസ് ചെയ്യണോ എന്ന രീതിക്കാണ് അവൻ ചോദിക്കുന്നത്. അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് കാസോപ്പ് മറുപടി പറയുന്നത് ബിബിയും കേൾക്കുകയാണ്. തന്റെ സഹോദരൻ യൂറിയുടെ പ്രശ്നമൊക്കെ തീർക്കുവാനായിട്ട് സ്വയം മരിക്കേണ്ടതായിട്ട് വരുമെന്ന് മനസ്സിലാക്കിയ ബിബിക്ക് യൂറിയുടെ അടുത്ത് കൂടുതൽ ദേഷ്യം തോന്നുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.